ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ദാൽഹുദയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ ചെന്നത് മർഹൂം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടുത്തായിരുന്നു. തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് നിന്ന് പൊരുത്തം വാങ്ങി ദുആ ചെയ്യിപ്പിച്ച്. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ ഹൈദരലി ശിഹാബ് തങ്ങളെ കാണണം എന്ന് എനിക്കന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം തങ്ങളുമായിട്ടുള്ളൊരു ഒരു ബന്ധമുണ്ടായിരുന്നു. അതുമാത്രമല്ല, തങ്ങൾ വാക്കിന് വലിയ അസറുള്ള ആൾ. തങ്ങളെപ്പറ്റി അടുത്തറിയുന്നവർ മുഴുവൻ പറയും, പറഞ്ഞാൽ ആ പറഞ്ഞതാണ്. അതായത് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ അള്ളാഹുയുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, കുഞ്ഞുമോൻ കാക്കിയ, നമ്മുടെ കുട്ടിലങ്ങാടി അടുത്ത്. അദ്ദേഹം മക്കയിലാണ്. മക്ക KMCCയുടെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ സൗദി KMCCയുടെ പ്രസിഡൻ്റാണ് കുഞ്ഞുമോൻ കാക്കിയ. അദ്ദേഹത്തിൻ്റെ കാക്കിയ എന്ന് പറഞ്ഞ മക്കയിലെ സ്ഥലമാണ്. അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അറബി പിടിച്ചെടുത്തു. കുഞ്ഞുമോക്ക് വലിയ വിഷമത്തിലായി. കുഞ്ഞുമോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്തക്കും മുസ്ലിം ലീഗിനും KMCCക്കും ഒക്കെ ജീവൻ മറന്ന് സേവനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വലിയ വിഷമത്തിലായി. പണക്കാട് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങളെ ഒന്ന് കണ്ടു. തങ്ങൾ മക്കയിൽ വന്നു ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് കുഞ്ഞുമോക്ക് നേരിട്ട് പറഞ്ഞതാണ്. കുഞ്ഞുമോക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, തങ്ങളെ റൂമിൽ നിന്ന് കൊണ്ടാക്കി ഞാൻ വരുമ്പോൾ തങ്ങൾ വണ്ടിയിൽ തന്നെ ഇറങ്ങാതെ നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുമോൻ, ആ കേസ് നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു. കേസ് ജയിക്കാൻ 2 ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ. കുഞ്ഞുമൊക്കെ പറയാ, അറബി എനിക്കെതിരെ കൊടുത്ത എല്ലാ കേസും തള്ളിപ്പോയി എന്ന് മാത്രമല്ല, എനിക്കനുകൂലമായി വിധി വന്നു എന്ന് മാത്രമല്ല, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 2 ഇരട്ടി അന്ന് തന്നെ അള്ളാഹു തിരിച്ചു തന്നു. ഇപ്പം അദ്ദേഹം വലിയ ബിസിനസ് ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞു, ഹൈദരലി ശിഹാബ് തങ്ങളെന്ന് എൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുമോൻ ആ കേസ് ജയിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു എന്നാ. അതായിരുന്നു മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ. അള്ളാഹു ആ കുടുംബത്തിന് ഇസ്സത്ത് എന്നും നിലനിർത്തി കൊടുക്കട്ടെ. മഹാന്മാരായ സയ്യിദന്മാർ അവരുടെ മരിച്ചുപോയുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും ഓർക്കുന്നതും, നിങ്ങളോട് പറഞ്ഞതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയാൻ, ആ ഒരു ബന്ധം നമ്മൾ ആരോട് ദുആ ചെയ്യിച്ചിട്ടാണോ പോയത്, അവരുടെയൊക്കെ ദുആയിൻ്റെയും ഒരു ആമീനിൻ്റെയും ഒക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അവരോട് ആ ബന്ധം ഓർമ്മിപ്പിക്കുകയും കാണുമ്പോൾ ചെന്ന്, സമയം കിട്ടുമ്പോഴൊക്കെ ചെന്ന് കാണുകയും ചെയ്തിരുന്നു. ഇന്നലെ തങ്ങളെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ പറയാണ്, എപ്പോഴും നമുക്കൊരു നിഅമത്തിന് കാരണക്കാരാകുന്ന ആളുകളെ നമ്മൾ ഓർക്കണം. ഉസ്താദുമാരും നമ്മൾ ആദ്യം ദ്വാരിപ്പിച്ച സ്ഥലം, ആ ദർസ് യതീംഖാന, അല്ലെങ്കിൽ ആ ഒരു മഖാം, അവിടുത്തെ ഉസ്താദ് ആരോടാണോ എവിടെ നിന്നൊക്കെയാണോ നമ്മൾ അങ്ങോട്ട് തിരിച്ചെത്തണം. അള്ളാഹു ചെയ്ത നിഅമത്തിനെ മറന്നു പോകരുത്. അള്ളാഹു നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.